സ്ത്രീ ശാക്തീകരണമൊക്കെ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുമ്പേ സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിച്ച ശക്തമായ ഒരു വനിത കേരളത്തിൻ്റെ ചരിത്രത്തിലും കേരളത്തിൻ്റെ പോലീസ് ചരിത്രത്തിലും സുവർണ ലിപികളിലായി എഴുതി ചേർത്ത പേര് അതാണ് ആർ ശ്രീലേഖ IPS എന്ന മുൻ DGP. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥ എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടപ്പെടുന്ന ഒരു വനിത എന്നുകൂടി നമുക്കവരെ വിശേഷിപ്പിക്കാം. വളരെ കൗതുകത്തോടു കൂടിയാണ് ആർ ശ്രീലേഖ IPSൻ്റെ ജാതകം പരിശോധിക്കാമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി ശ്രീലേഖ മത്സരിക്കുന്ന കാര്യവും അറിഞ്ഞത്. എന്തായാലും ഈ എപ്പിസോഡിലൂടെ ആർ ശ്രീലേഖ എന്ന IPS ഓഫീസറുടെ ജാതക പരിശോധനയാണ് ജ്യോതിഷ ദീപത്തിലൂടെ ചെയ്യുന്നത്. എല്ലാവർക്കും ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം. (1960) ഡിസംബർ മാസം 25-ാം തീയതി ഞായറാഴ്ച ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിലാണ് ശ്രീലേഖ എന്ന ആ വനിത ഭൂജാതയാകുന്നത്. ഇപ്പോൾ 65 വയസ്സും 2 മാസവും പ്രായമുള്ള ഒരു സമയത്ത് ചൊവ്വാദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവരുടേത്. ഈ ഇലക്ഷനിൽ അവർ ജയിക്കുമോ ഇല്ലയോ എന്നൊന്നുമല്ല, അവരുടെ രാഷ്ട്രീയ ഭാവിയുമല്ല ഇവിടെ പ്രധാനമായി പ്രവചിക്കുന്നത്. പ്രധാനമായും അവരുടെ കരിയറും പുരുഷന്മാർ അടക്കി വാഴുന്ന ഒരു സമയത്ത് ആ ഒരു പോലീസിൻ്റെ അതികഠിനമായ ഒരു കോട്ട ഭേദിച്ചുകൊണ്ട് അതിൻ്റെ ഉന്നത പദവിയിലേക്ക് കയറി വരികയും കേരളത്തിൻ്റെ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്ത ആദ്യത്തെ IPS ഓഫീസർ കൂടെയാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്ത്രീ ശാക്തീകരണം നടക്കുന്ന ഈ സമയത്ത് അവരുടെ ജീവിതം, അവരുടെ ജാതകം ജ്യോതിഷ ദീപത്തിലൂടെ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് അവരുടെ ഗ്രഹനിലയിലൂടെ നോക്കാം. ഇവിടെ ചന്ദ്രലഗ്നത്തിനെ ആധാരമാക്കിയാണ് ഈ ഒരു പ്രവചനം നടക്കുന്നത്. കാരണം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി കിട്ടും എങ്കിൽ പോലും കൃത്യമായി സമയം ലഭിക്കാനുള്ള സാധ്യത കുറഞ്ഞതുകൊണ്ടാണ് ചന്ദ്രലഗ്നം. അങ്ങനെ മീനം രാശിയാണ് ചന്ദ്രലഗ്നമായിട്ടുള്ളത്. മൂന്നാം ഭാവത്തിൽ ഗുളികൻ, 2-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 3-ാം ഭാവത്തിൽ ഗുളികൻ, 2-ാം ഭാവാധിപതി 4-ാം ഭാവത്തിൽ, 5-ൽ അവർക്ക് ഗ്രഹങ്ങളൊന്നുമില്ല. 6-ൽ സർപ്പം, 7-ൽ ഗ്രഹങ്ങളില്ല, 8-ലില്ല, 9-ൽ ഗ്രഹങ്ങളൊന്നുമില്ല. കർമ്മസ്ഥാനത്ത് അവിടെ ആദിത്യൻ, ബുധൻ, ഗുരു, അതുപോലെ തന്നെ ശനി, അതുപോലെ തന്നെ 11-ാം ഭാവത്തിൽ ശുക്രൻ, 12-ാം ഭാവത്തിൽ കേതു. ഇങ്ങനെയാണ് അവരുടെ ആ ഗ്രഹനില എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി ഞായറാഴ്ചയാണ് അവരുടെ ജന്മമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞായറാഴ്ച ഉള്ള ആ വാരഫലം, ഞായർ എന്ന് പറയുന്ന ആ ദിവസം ജനിച്ചത് കൊണ്ട് തന്നെ നല്ല ആത്മജ്ഞാനിയായും ധീരയായും ഒക്കെ മാറുക, ബുദ്ധിമതിയായി മാറുക, ഏത് കഠിനമായ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് തൻ്റെ സ്വശക്തി കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട് അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഞായറാഴ്ച ജനിക്കുന്നവരെ നമുക്കറിയാം. ഞായറാഴ്ച ജനിക്കുന്നവരെന്ന് പറയുന്നത് എപ്പോഴും ആദിത്യൻ്റെ ഹോരയാണ് ഞായറാഴ്ച. ആ ഞായറാഴ്ച ജനിക്കുന്നവരെപ്പോഴും ആത്മജ്ഞാനികളായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഒന്ന്. 2, എവിടെയും ചെന്നാൽ രാജകീയമായ വരവേൽപ്പും രാജകീയമായിട്ടുള്ള ബഹുമാനങ്ങളും ഒക്കെ നേടാനായിട്ട് അവർക്ക് സാധിക്കും. ശാരീരികവും മാനസികവുമായ ശക്തിവിശേഷങ്ങൾ കൊണ്ട് അനുഗ്രഹീതരായിരിക്കും ഇവരെപ്പോഴും അവരിൽ ഉള്ളിലുള്ള അവരുടെ കഴിവുകളെ തിരിച്ചറിയാൻ പോലും എപ്പോഴും സാധിക്കുന്ന ഒരാളാണ് ഞായറാഴ്ച ജനിക്കുന്ന ആൾ. അങ്ങനെ ഈ ആർ ശ്രീലേഖ എന്ന് പറയുന്ന ആ മുൻ IPS ഉദ്യോഗസ്ഥ ജനിച്ചത് ഞായറാഴ്ചയാണ്. അതൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ട് കാണേണ്ടത്. പിന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചതാണ്. നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ശത്രുവിനെ ജയിക്കാനുള്ള ശക്തിയുള്ളവരാണ്. അതുപോലെ ശാസ്ത്രജ്ഞാനിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉത്രട്ടാതി നക്ഷത്രത്തെ കൊണ്ട് പറയാം. അഷ്ടമി തിഥിയിലാണ് ജനനം. അതുകൊണ്ട് പരാക്രമശീലം, സ്വതന്ത്രാബോധം, കോപം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം, അതുപോലെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവരുടെ ഇച്ഛാശക്തി, ഇവ കൊണ്ട് സമ്പന്നമായിരിക്കും അവരുടെ അഷ്ടമത്തിരിയിലുള്ള ജനനം കൊണ്ടുള്ള ഫലങ്ങളായിട്ട് പറയേണ്ടത്. അതുപോലെ സിംഹകരണത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ സാഹസശീലവും മനോബലവും കൂടിയിരിക്കുന്നവരും പരാക്രമശീലമുള്ളവരും വനയാത്ര, അതുപോലെ തന്നെ വളരെ അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ മടിയില്ലാത്തവരും ദീർഘായുസുള്ളവരുമായിരിക്കും ഈ സിംഹകരണത്തിൽ ജനിച്ചവർ. മാത്രമല്ല സിംഹത്തിനെ പോലെ തന്നെ എന്തിനേയും
വ്യാഘ്രഗണത്തിൻ്റെ ആ ശക്തിയോടുകൂടി, ഒരു വ്യാഘ്രണത്തിൻ്റെ ശക്തിയോടുകൂടി അതിനെയൊക്കെ കീഴടക്കാനായിട്ട് സാധിക്കുന്ന ഒരു മനോബലം കൂടെയുള്ള, എന്തിനേയും കീഴടക്കാൻ സാധിക്കുന്ന മനോബലവും ഈ സിംഹകരണത്തിൽ കൊണ്ടുണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. യോഗത്തിൽ ജനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സദാചാരബോധവും ധർമ്മനിഷ്ഠതയും ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ധൈര്യം ഉണ്ടായിരിക്കുക, പിത്തപ്രകൃതിയായിരിക്കും ശരീരത്തിനുണ്ടാകുക. ഇതൊക്കെയാണ് ആ ഒരു തിഥിയിൽ ജനിച്ചത്, ആ ഒരു നിത്യയോഗത്തിൽ ജനിച്ചത് കൊണ്ട് അവർക്കുണ്ടാകുന്ന കാര്യങ്ങൾ. ഇനിയാണ് അവരുടെ ഗ്രഹജനലിയുടെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ചിന്തിച്ച് ഉറപ്പിച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളായിരിക്കും അവർ. അതായത് എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പലപുരി ആ കാര്യത്തെക്കുറിച്ചിട്ടും ആ കാര്യത്തിൻ്റെ നാനാവിധമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചും അവർക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യങ്ങളുണ്ടാകും. അതുപോലെ ധർമ്മനിഷ്ഠമായിരിക്കുമോ അവരുടെ കാര്യങ്ങളെന്ന് അവർ ഉറച്ച് തീരുമാനിച്ച് ഇറങ്ങിയുള്ളൂ. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഇറങ്ങിയ കാര്യത്തിൻ്റെ അവസാനം കാണുന്നത് വരെ മുന്നോട്ട് പോകുവാൻ യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവർ പറയുന്ന കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവർ പറയുന്ന കുറ്റപ്പെടുത്തലുകളിൽ നിന്നൊക്കെ അതിജീവിച്ച് സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് എത്രത്തോളം ശക്തമായി മുന്നേറാനായിട്ടും അവർക്ക് സാധിക്കുമെന്നുള്ളത് മനക്കരുത്തിൻ്റെ ഒന്നാണ്. ഇപ്പോൾ ഇറങ്ങിയ കാര്യത്തിൽ നിന്ന് പിന്തിരിയാത്തൊരു സ്വഭാവവും ഈ ജാതകയ്ക്കുണ്ട്. എന്ത് കഷ്ടപ്പാടും സഹിച്ച് മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ കരിയർ നമുക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം. സാധാരണ വിദ്യാഭ്യാസം നേടി, സാധാരണ സ്കൂളുകളിൽ പഠിച്ച്, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഒരു അധ്യാപികയായി മാറിയ അവർക്ക് അവരുടെ ലക്ഷ്യബോധത്തിലേക്ക് എന്തെല്ലാം പരിസ്ഥിതികളുണ്ടെങ്കിലും ഇതിനു മുമ്പ് ആരും തന്നെ കടന്നു പോകാത്ത ഒരു മേഖലയിലേക്ക് അവർ കടന്നു പോകാൻ സാധിച്ചു എന്നുള്ളത്. ഇതിനു മുമ്പ് ഒരു വനിത അത്തരത്തിലുള്ള ഒരു സാഹസ പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗത്തിലേക്ക് കടന്നു പോകാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് അത് അവരുടെ ലക്ഷ്യബോധമാക്കി മാറ്റാനും ആ ലക്ഷ്യത്തിലേക്ക് എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ തകർത്ത് മുന്നേറാനും സാധിച്ചത് അവരുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മീനം ചന്ദ്രരാശി ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. മീനം ചന്ദ്രരാശി ആരെയും മുഷിപ്പിക്കാതെ സംസാരിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. പൊതുവെ നോക്കുമ്പോൾ ഒരു ഭീരുവിനെ പോലെയൊക്കെ അവർക്ക് കരുതാം അല്ലെങ്കിൽ തോന്നാം, എങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ ഒരു ഭീരുവല്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അവരുടെ നിലപാടുകൾ എടുക്കുമ്പോൾ ഒരു ഭീരുത്വത്തിൽ നിന്ന് പുറത്തു പോകും എന്നൊക്കെ പലരും ചിന്തിക്കുമെങ്കിലും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം അവരുടെ ജാതകത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒന്നാണ്. എന്ത് കാര്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ വന്ന ഒരു പ്രതിബന്ധങ്ങളെയും വകവയ്ക്കാതെ പതറാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതും എല്ലാവരെയും ഐക്യത്തോടുകൂടി കൂട്ടിയിണക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഫലിതപ്രിയയും അനേകം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള പ്രാപ്തിയുള്ളവരുമായിരിക്കും എന്നുള്ളത് ഇവരുടെ ഒരു ജാതകത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കണ്ടാൽ അഹങ്കാരം തോന്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും ഇവരുടെ ജാതകത്തെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാം. അനാവശ്യമായ വിവാദശീലവും ഇവർക്കുണ്ട്. അതുപോലെ തന്നെ കലാ നിപുണതയും ഉണ്ടെങ്കിലും ശിവഭക്തയായി മാറാൻ ഉള്ള ഒരു അവസരം കൂടി അവരുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളെ നശിപ്പിക്കാനും തോൽപ്പിക്കാനുമുള്ള ഒരു ഭാവം കൂടിയുണ്ട്. ഇതെല്ലാം ആണ് അവരുടെ പൊതുവായ ഒരു ജാതക വിശേഷത്തെ കൊണ്ട് നമുക്ക് പറയേണ്ടത്. എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ കൂടെ അവരുടെ ജാതകത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചന്ദ്രലഗ്നമായിട്ട് നമ്മളെടുത്ത ഒരു കാര്യത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാശിയാകട്ടെ 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ലഗ്നാധിപൻ ആയിട്ടുള്ള ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള വ്യാഴവും അതുപോലെ 12-ഉം 11-ഉം ഭാവാധിപത്യമുള്ള ശനിയും അതുപോലെ തന്നെ ചന്ദ്രാൽ 6-ാം ഭാവാധിപത്യമുള്ള ആദിത്യനും ഒക്കെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതോടുകൂടി തന്നെ ഇവരുടെ കർമ്മ വിഭാഗത്തെ കൊണ്ട് കർമ്മഗുണത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ കർമ്മഗുണത്തിൽ ആ ഭാഗത്ത് നിൽക്കുന്ന ഇത്രയും ഗ്രഹങ്ങൾ, അത് പ്രത്യേകിച്ച് വ്യാഴവും ആദിത്യനും ആ ഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമാകുന്ന അല്ലെങ്കിൽ ഏറ്റവും സഹായകരമായിട്ടുള്ളൊരു ഭാഗമാണ് അവരുടെ ഈ പറയുന്ന വ്യാഴത്തിൻ്റെയും ആദിത്യൻ്റെയും കാര്യം. കർമ്മഗുണം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ അവർ ഇലക്ഷന് നിൽക്കുന്ന സമയമെന്ന് പറയുന്നത് 2-ഉം 9-ഉം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വായുടെ ദശാകാലത്താണ് മത്സരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയാം. അതുകൊണ്ട് ഭാഗ്യാനുഭവം അവർക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അവർക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിലുള്ള അവരുടെ പ്രകടനങ്ങളും തിരഞ്ഞെടുപ്പിലുള്ള മത്സരങ്ങളുമെല്ലാം അവർക്ക് ഭാഗ്യങ്ങൾ നേടിക്കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ അപകാരനാഥനായിട്ടുള്ള വ്യാഴം ചന്ദ്രലഗ്നാധിപനും കർമ്മസ്ഥാനാധിപനും കൂടിയാണ്. അത് കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലത്തോടു കൂടി തന്നെ നിൽക്കുന്നത് കൊണ്ട് കർമ്മഗുണം ഉണ്ടാകും എന്നുള്ളതും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവർക്ക് ഗുണപരമായി ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ല. 4-ാം ഭാവത്തിലേക്ക് നിൽക്കുന്ന ദശാനാഥനായിട്ടുള്ള
ചൊവ്വ 9ാം ഭാവാധിപത്യം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയും ഭാഗ്യം ഈ ഒരു അവസരത്തിൽ അവരെ തുണയ്ക്കും എന്നുള്ള കാര്യത്തിലെയും പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. പിന്നെയുള്ളത് ഗുളികൻ, 3ാം ഭാവത്തിലെ ഗുളികനാണ്. ആ ഗുളികന്റെ കാര്യത്തിൽ ഇവരുടെ പ്രവർത്തന മേഖലയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകണം. വിവാദങ്ങളിലൊന്നും പോയി പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ 3ാം ഭാവം എന്ന് പറയുന്ന ആ ഭാവത്ത് വിവാദശീലങ്ങളോ ദുർബുദ്ധി സ്ഥാനങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാവം കൂടി ആയതുകൊണ്ട് വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സഹായസ്ഥാനവും സഹായികളുടെ സ്ഥാനവുമാണ് ഈ കൂടെയാണ് ഈ 3ാം ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 3ാം ഭാവത്തിലുള്ള സഹായികളെ കൊണ്ടും ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കൂടെ നടക്കുന്നവരോ ഇവരുടെ അണികളോ പലപ്പോഴും ഇവരുടെ കൂടി വലിച്ചഴക്കപ്പെടുന്ന പല അവസ്ഥകളിലേക്കും വിവാദങ്ങളിലേക്കും ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് അതുകൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ള ഒന്നാണ്. എന്തായാലും ആദിത്യൻ 6ാം ഭാവാധിപത്യം വെച്ച് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ആദിത്യനെ കൊണ്ട് ശത്രുസ്ഥാനാധിപത്യം ഉണ്ട് എങ്കിൽ പോലും കർമ്മസ്ഥാനത്ത് ശത്രുക്കൾ എത്രത്തോളം ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു സമയ കാലഘട്ടം കൂടെ ഈ സമയത്ത് ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ആർ ശ്രീലേഖ എന്ന IPS ഓഫീസറുടെ അവരുടെ ജീവിതത്തിൻ്റെ 2ാം പകുതിയായ രാഷ്ട്രീയ ജീവിതത്തിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വഴിയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാൻ പറ്റുന്ന വിജയവും എല്ലാം അവരുടെ ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുമ്പോഴുള്ള അവരുടെ ദശാകാലവും ദശാപഹാരകാലവും എല്ലാം അവർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് അവർക്ക് അനുകൂലമായി ഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടും അങ്ങനെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാ ഭാവങ്ങളും ചേർന്നു നിർത്തുന്നു. നമസ്തേ. Like, share, subscribe.